ഞാൻ ഒരു ബ്രസ്റ്റ് എത്ര നേരം കൊച്ചിനെ കുടിപ്പിക്കണം? നമുക്കങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് റൂളൊന്നും പറയാൻ സാധിക്കില്ല. ഇനീഷ്യൽ ഡേയ്സിൽ അമ്മയും കുഞ്ഞുമൊക്കെ ഒന്ന് സെറ്റായി വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ബ്രസ്റ്റ് ഒരു 15 to 20 മിനിറ്റ്സ് ഒക്കെ ചിലപ്പോൾ കുടിപ്പിക്കാം. ഈ കുടിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞ് ഉറങ്ങിപ്പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുഞ്ഞിൻ്റെ കയ്യിലും കാലിലും ഒക്കെ നമ്മൾ തട്ടി വിളിച്ച് ഉണർത്തി അങ്ങ് കുടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ കുഞ്ഞ് ഫുൾ ടൈം ഉറക്കമാണ്, എഴുന്നേക്കുന്നതില്ല, പകൽ സമയത്ത് എണീക്കുന്നതില്ല. ഇനീഷ്യൽ ഡേയ്സിലൊക്കെ അവരുടെ ഋതം ഒന്ന് റെഡിയായിട്ട് വരാൻ സമയമെടുക്കും. അപ്പോൾ പകൽ കൂടുതൽ സമയം ഉറങ്ങുകയും അവർ രാത്രിയിൽ ചിലപ്പോൾ ആക്റ്റീവ് ആവുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞ് പാല് കുടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? കുഞ്ഞ് ആഞ്ഞ് വലിച്ചു കുടിക്കും, കുഞ്ഞിൻ്റെ അത് ആഴത്തിലും താളത്തിലും കുടിക്കുന്നത് നമുക്ക് മനസ്സിലാകും, കുഞ്ഞ് ഇറക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും, വായിലൂടെ പാൽ ഒഴുകി വരും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വെയിറ്റ് ഗെയിൻ, കൺസിസ്റ്റന്റ് വെയിറ്റ് ഗെയിൻ ഉണ്ടാകും. ആദ്യത്തെ ഒരു 10 ദിവസം വരെ കുറച്ചൊരു ട്രാൻസിഷണൽ വെയിറ്റ് ലോസ് എല്ലാ ന്യൂബോൺ ബേബീസിനും ഉണ്ടാകുന്നതാണ്. അതിനുശേഷം അവർ ബർത്ത് വെയിറ്റ് റീഗെയിൻ ചെയ്യും. പതിയെ പതിയെ അവർക്ക് ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് വെയിറ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ ഒരു 45 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 മന്ത് കഴിയുമ്പോൾ കുഞ്ഞിന്റെ വെയിറ്റ് നമുക്ക് അസസ് ചെയ്യുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 3 മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും ആ നല്ല വെയിറ്റ് ഗെയിൻ ഉണ്ട്. ഏകദേശം ഒരു 5 മുതൽ 6 മാസം ആകുമ്പോഴത്തേക്കും അവർ ഡബിൾ വെയിറ്റ് ആകുന്നു. 9 മുതൽ 12 മാസത്തിനുള്ളിൽ ട്രിപ്പിൾ വെയിറ്റ് ആകുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പാലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഒരു ബ്രസ്റ്റ് കൊടുക്കുമ്പോൾ അപ്പുറത്തെ ബ്രസ്റ്റിൽ നിന്ന് പാൽ ഇട്ടിട്ട് വീഴുന്നു, കുഞ്ഞു പോകുന്ന യൂറിൻ ഔട്ട്പുട്ട് ഇഷ്ടംപോലെ മൂത്രം പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് മൂത്രം വരണമെന്നുണ്ടെങ്കിൽ പാലുള്ളിൽ ചെന്നാലല്ലേ വരികയുള്ളൂ.